ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നാട്ടികയിലെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം നാട്ടുകാരോടൊക്കെ കുശലം പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അദ്ദേഹം 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ആശംസകൾ. ഞാൻ ഏത് സ്ഥാനാർത്ഥികളെ കണ്ടാലും ആരെ കണ്ടാലും ആശംസ പറയില്ല. എല്ലാവരും വിജയിക്കട്ടെ. ഏതെങ്കിലും ഒരാളെ വിജയിക്കുള്ളൂ. പക്ഷെ ഞാൻ എല്ലാവർക്കും ആശംസ. സ്ഥാനാർത്ഥി ഇവിടെ നമുക്ക് റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, ഒടുവിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ അവിടെ, അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം എത്തിയപ്പോൾ വലിയ തിരക്കുണ്ട്. അദ്ദേഹത്തെ കാണാൻ കൂടി ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സുഹൃത്തുക്കളും ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ റാഫി? തടിച്ചുകൂടിയവരാണ് ഇവരെല്ലാവരും തന്നെ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്പസമയം മുൻപ് എത്തിയ ആളുകളാണ് ഇവരെല്ലാവരും. എന്തായാലും ബാങ്കോക്കിൽ നിന്നെത്തി സമ്മതിദാനാവകാശം അദ്ദേഹം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം വോട്ട് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. 3-ാം വാർഡിലെ പാർട്ട് 1 ബൂത്തിലേക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി കയറിയിരിക്കുന്നത്. ബാങ്കോക്കിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. അല്പസമയം മുൻപാണ് കൊച്ചിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായി അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. വോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ MA യൂസഫ് അലി. അദ്ദേഹം അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം. അതൊരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര ബുദ്ധിമുട്ടി ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം ബാങ്കോക്കിലായിരുന്നു. ബാങ്കോക്കിൽ ലുലു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനമുണ്ടായിരുന്നു. ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനമുണ്ടായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. സ്വകാര്യ ജെറ്റിൽ ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെ വസതിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹം അല്പസമയം മുൻപാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിക ALP സ്കൂളിലേക്ക് എത്തുന്നത്. അദ്ദേഹം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായി അല്പസമയം വിശേഷങ്ങളെല്ലാം സംസാരിച്ച്, സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അവരുമായി സംസാരിച്ചതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികൂടിയാണ് അദ്ദേഹം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്പസമയം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ബാങ്കോക്കിൽ നിന്നെത്തി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നവരുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ട്. ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് ആ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. അദ്ദേഹം വോട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ഞാൻ പഠിച്ച സ്കൂളത്. നമുക്ക് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് കണ്ടപ്പോൾ ആ പേര് ഓർത്തെടുത്ത് പെട്ടെന്ന് ബന്ധം പുതുക്കി അദ്ദേഹം അവരുമായാണ് ഒരുമിച്ച് പുറത്തേക്ക് വരുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് സമർപ്പിക്കുന്നത്. നല്ല വിശേഷം. അയ്യോ, നിയമപ്രകാര സ്ഥലത്ത് മാത്രം നിന്നാൽ മതി.
ബാങ്കോക്കിൽ നിന്നുള്ള യാത്രയായിരുന്നു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തി. അല്പസമയം മുമ്പ് പറഞ്ഞു ലോകത്തിന്റെ എവിടെയായിരുന്നാലും ഒരു ഇന്ത്യൻ പൗരന്റെ കടമ നിർവഹിക്കണം. കടമയും ബാധ്യതയുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ. നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയുണ്ട്, രാജ്യത്തോടൊരു ബാധ്യതയുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട്. ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും, കാരണം ജനങ്ങളുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ 1 മുതൽ 4 വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി, മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. 2, എൻ്റെ ഭരണഘടനാ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. എൻ്റെ സഹപാഠി ഷൺമുഖൻ എവിടെ? ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് ഷൺമുഖൻ. വോട്ട് ചെയ്തില്ല, ആദ്യമായിട്ട് വോട്ട് ചെയ്തില്ല. ഞാൻ ഇവിടെ ബൂത്ത് ഏജന്റാണ് കൊടുത്തത്. ഈ ബൂത്ത് ഏജന്റാണ്. അതല്ല, അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടെയല്ല ജനിച്ചു വളർന്നത്, അത് മറക്കാൻ പാടില്ലല്ലോ. ഒക്കെ എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ. വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഞാൻ ബാങ്കോക്കിലായിരുന്നു. ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന് ഇനാഗുറേഷൻ നടത്തി. നേരെ എയർപോർട്ടിൽ കയറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി ഇത് കഴിഞ്ഞാൽ പിന്നെ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ചോദിക്കാൻ എന്താ? പിന്നെ എനിക്കറിയാലോ അച്ഛൻ്റെ പേര് സൗദിയിലെ വിശേഷം വോട്ട് ചെയ്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.